മത്തിയാണ് കേട്ടോ. ഞങ്ങളിന്ന് മേടിച്ചത് കുഞ്ഞു മത്തിയാണ് കേട്ടോ. നമ്മളെന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ തിരുത്താറുണ്ട്. അത് എന്താണ്, ഞാനൊരു സൗഹാർദ്ദപരമായിട്ട് പറയാറുള്ളതാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് മേടിച്ചത് മത്തിയാണ് കേട്ടോ. മത്തിയല്ല, ഇത് സാധാ നമ്മുടെ മക്രോണി ചാള എന്നാണ് പറയുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ചാളയ്ക്ക് അല്ലെങ്കിൽ എന്താണ് മത്തിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ല. മത്തി ഇച്ചിരി പരന്ന മത്തി മാത്രമുണ്ട്, ചെറുതെങ്കിലും ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത് കേട്ടോ. ഇതൊന്നും വലിയതില്ല. പിന്നെ 50 രൂപയ്ക്ക് അവർ തരുന്നത് കൊണ്ട് നമ്മളങ്ങ് മേടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തോ അത് കടലിലെന്തോ അങ്ങനെ എന്തോ ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ടാണ് മീനിനൊന്നും ഇതില്ലാത്തതെന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ ഞാനൊരു വാർത്തയും കേട്ടു. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഇല്ല കേട്ടോ. ചാളയ്ക്ക് കുറച്ച് നാളായിട്ട് ഇപ്പം കിട്ടുന്നതിനൊന്നും ടേസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊരു തോരൻ പോലെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി ഇന്നാണ് ഞാൻ വറുത്ത് നോക്കി, ഒരു കാര്യമില്ല. അപ്പോൾ തോരനാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ചവ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ തേങ്ങ, കാന്താരി മുളകാണ് കേട്ടോ, ഒരു 4-5 എണ്ണം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കാന്താരി പിടിക്കുന്നതുകൊണ്ട് കാന്താരി ഉണ്ടെങ്കിൽ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഇതിനകത്തൊരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചി. ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ കിടപ്പുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഉപ്പിടാണ്. പിന്നീട് നമ്മുടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ. അത് തോരനായതുകൊണ്ട് തന്നെ അധികം വേണ്ടി വരില്ല. പിന്നെ ഒരു ലേശം മുളക് പൊടി, ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും ഇത് കാശ്മീരി ഒന്നും അല്ല, ഇവിടെ ഒരു ടൈപ്പ് മുളക് പൊടി അങ്ങ് മേടിക്കും, അത് ഞാനിടും. അപ്പോൾ ഇത് ഇത്രയായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കണമേ, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ അരപ്പ് ഇതാണ്ട് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതിനകത്തോട്ട് 2 പച്ചമുളകും, നമ്മുടെ ചട്ടിയിലേക്ക് 2 പച്ചമുളക് കീറിയതും. പച്ചമുളക് വാടി തുടങ്ങി കേട്ടോ. നമുക്ക് ഈ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ഇതൊക്കെ കേടാകും എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പിന്നെ ഇവിടെ പിന്നെ അതും കൂടി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വെച്ച് വിഷമിക്കേണ്ട. വൃത്തിയാക്കി കഴുകി വെച്ചിരുന്ന 2-3 ദിവസമൊക്കെ ഇരുന്നോളൂ കേട്ടോ. ഈ നമ്മൾ പച്ചക്കറി മേടിക്കുന്നത് മിക്കവാറും ഉള്ളത് എല്ലാം ഒന്നും കഴുകാൻ പറ്റില്ല. ഇപ്പോൾ സവാള, ഉരുളക്കിഴങ്ങൊന്നും കഴുകി വയ്ക്കാൻ പറ്റില്ല. എങ്കിലും പിന്നെ നമ്മൾ അരപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിനാവശ്യത്തിന് വെള്ളവും കൂടെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജാറിന് ഒരു ജാറ് വെള്ളം ഒഴിച്ച് പിന്നെ ഒരു ജാറും കൂടെ ഒഴിക്കണം കേട്ടോ. ഇത്രയും മതിയാവും വറ്റിച്ചെടുക്കാനായതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മുടെ അരപ്പ് ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് ഇനി നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, മീൻ കാണാൻ തന്നെ ഒരു എന്തോ വിളറിയത് പോലെ, ഒരു എന്താണ് പഴയ ഒരു ഭംഗിയില്ലാത്തതുപോലെ തോന്നും നമുക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ചാള വറ്റിച്ചത്. അതായത് നമ്മൾ പുളിമുളക് വച്ചാലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിൻ്റെ മീനിനൊരു പ്രത്യേക ഒരു എന്താണ് ഒരു രുചിയുണ്ടല്ലോ, ഒരു ചെവയുണ്ടെന്നാണ് നമ്മളിവിടെയൊക്കെ പറയാറ് കേട്ടോ. അപ്പോൾ അതാ ഇത് ഇത്രയും ഇട്ടിട്ട് നമ്മൾ ചെയ്യാൻ പോകണേ. മാങ്ങ ഇല്ല, പച്ചമാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം. നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി ഇതാ ഇങ്ങനെ ആയിരിക്കുന്നത്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പുളിമുളക് കറിയുടെ അത്രയൊന്നും ഇല്ല കാണാനെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ഞണ്ട് ഒക്കെ കിട്ടിയാലും ഇതേ ഒരു അരപ്പാണ് കേട്ടോ.